അപ്പോൾ നമ്മൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യല്ലേ? സമയം എന്തായി? ഓക്കെ 11:30 അല്ലേ? അപ്പോൾ പണി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത് വേറെ ഒന്നല്ല, യൂട്യൂബ് നോക്കിയിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ പോവാ. നമ്മൾ നേരെ ഇവിടെ ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ല, ആദ്യമായിട്ടാണ് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. എങ്ങനെ ഉണ്ടാവും എങ്ങനെയാവുന്നൊന്നും വലിയ ധാരണയില്ല, അങ്ങോട്ട് ഉണ്ടാക്കാനെ. എനിക്കിഷ്ടമല്ല കാര്യങ്ങളൊക്കെ. ഒതുക്കണം. ഷമീസ് കിച്ചൺ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൺ. നമുക്ക് കുറച്ച് മസാല പൊടി ചേർക്കാം കേട്ടോ. 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുകയാണ്. ഇപ്പൊ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കില്ലേ? ഞാനുണ്ട് കൂടെ. ഓക്കെ, ഇതിനോടൊപ്പം തന്നെ കുറച്ചൊന്ന് സോഫ്റ്റ് ആവും നമ്മുടെ അരി. അത് കാരണം പെട്ടെന്ന് തന്നെ ഒന്ന് വേവിച്ചെടുക്കാൻ നമുക്ക് പറ്റും. ആദ്യം നമുക്ക് അരി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം വലിയൊരു കടായിലേക്ക് ഞാനിപ്പോൾ ഒരു 3 ലിറ്റർ അളവിൽ വെള്ളം. സവാള എങ്ങനെ പറഞ്ഞ? കേട്ടില്ല. എന്നോട് ഇങ്ങനെ ചോദിക്കല്ലേ. ഇപ്പൊ സവാള ഇപ്പൊ ഞാൻ പറഞ്ഞു തക്കാളി വേണം നമ്മുടെ അമ്പലത്തിൽ വരുന്ന ഞാൻ തക്കാളിയും സവാളയല്ല പറഞ്ഞിട്ടാണ്. തക്കാളി മാത്രം സവാള മാത്രം വിളിച്ചു പോകുന്നു, തക്കാളി വെട്ടിയും പറഞ്ഞു. പക്ഷെ അമ്പലത്തിനോട് അച്ഛൻ പറഞ്ഞത് സവാള എന്നാ. അച്ഛൻ ചോദിച്ചോടാ വലിയ തക്കാളി ഇല്ല പറഞ്ഞു. അപ്പൊ തക്കാളി മേടിക്കാന്നൊക്കെ പറഞ്ഞു. അച്ഛൻ മേടിച്ചോണ്ടാന്ന് പറഞ്ഞു. അതെ, ഒരു കാര്യം ചെയ്യും, ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എന്തൊക്കെയാ വേണ്ടത് ഒരു ലിസ്റ്റ് ഇടുക. എന്നിട്ട് എന്തൊക്കെ ഇവിടെ ഉണ്ടെന്ന് നോക്കാം, എന്നിട്ട് തീരുമാനിക്കാം. അത് നടക്കും. ഇഞ്ചി പറിക്കാം. ഇതൊക്കെ ബേസിക് അറിയാലേ. എന്താ അറിയാത്ത അല്ലെങ്കിൽ ആ വെളുത്തുള്ളി അങ്ങ് ഊട്ടിക്ക് പോയാലോ? പച്ചമുളകില്ലേ? പച്ചമുളകുണ്ട്. ഇനിയെന്താ? ജിഞ്ചർ ഗാർലിക് പഞ്ചാമൃത. ടേസ്റ്റ് ആവില്ലേ? ടേസ്റ്റിലായൊന്നുമില്ല. മല്ലിയില, പുതിനയില, ഇഞ്ചി, തക്കാളി. ലിസ്റ്റ് ഇട്ടോളൂ എഴുതിക്കോളൂ. എന്തിട്ടൊക്കെയാ? മല്ലിയില, പുതിനയില, പിന്നെ ഇഞ്ചി, തക്കാളി. വേറെ ഒന്നും അത് മല്ലിയില, പുതിനയില, ഇഞ്ചി, തക്കാളി. എത്ര കടയിലെത്തുമ്പോൾ ഓർമ്മ ഉണ്ടായാൽ മതി. ഈ നേരത്തെ പോയിട്ട് വിചാരിച്ച സാധനം കിട്ടുമെന്നൊന്നും അറിയില്ല. കിട്ടിയാലായി. ചേച്ചി ഗോപാലട്ടുണ്ടോ? സാധനം കിട്ടി ഗൈസ്, സാധനം കയ്യിൽ കിട്ടി. ഇനി മിക്കവാറും അവിടെ എത്തുമ്പോവും അത് മറന്നു ഇത് മറന്നു എന്ന് പറഞ്ഞിട്ട് വീണ്ടും എന്നെ വിടുക. അപ്പൊ പിന്നെ വീണ്ടും ഇതേപോലെ കുറ്റിയും പറിച്ചിട്ട് ഇങ്ങോട്ട് വീണ്ടും വരേണ്ടി വരും, ഇങ്ങോട്ടല്ലേ ആരോടൊക്കെയും. അപ്പൊ ലെറ്റ്സ് ഗോ ഗൈസ്, നമുക്ക് പോയിട്ട് മുട്ട ബിരിയാണി ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കാം. എന്നിട്ട് അങ്ങനെ പതുക്കെ നടന്നു വന്നു. ഇനി കുറച്ച് കഴിയുമ്പോൾ ഇതില്ലെന്ന് ഒന്നുകൂടെ പറയണേ മറക്കല്ലേ. ഈ കട്ടിങ് എഗ് വൈ കട്ട് ചെയ്യാൻ പറഞ്ഞോ ചേച്ചി? വൈ ചേച്ചി ഇട്ടോ? ഓ അങ്ങനെ. കഠിനത്വനി ഉപ്പിട്ടു. നമ്മൾ എന്തിനാണ് ഉപ്പിടുന്നത്? ഉപ്പ് രസം കിട്ടാൻ. നീ എന്നാ എന്നിട്ട് വെളിച്ചെണ്ണ
വെളിച്ചെണ്ണ. നെക്സ്റ്റ് അറിയ ഇനി എന്താ എടുക്കണേന്ന് പറഞ്ഞാൽ മതി. എന്നാ എല്ലാവർക്കും പിടിക്കുന്ന ഷെമി ചേച്ചി പറഞ്ഞു. ആരാ? ഷെമീസ് കിച്ചണിലെ ചേച്ചി. ഷെമീസ് കിച്ചണിലെ ചേച്ചി പറഞ്ഞ പോലെ കേട്ടോ നമ്മൾ വീഡിയോ എടുക്കണേ. അല്ല വീഡിയോ ഇന്നുപോൾ വാട്ട്സ് നെക്സ്റ്റ്? എന്താ പ്ലാൻ? വീഡിയോ നോക്കട്ടെ. സ്പൂൺ ഓയിൽ കൂടി ചേർക്കാം. ഇനി അടുത്തത് ഇന്ന് മോള് പോയിട്ട് ഇതാ വീഡിയോ നോക്കാൻ പോയിട്ടുണ്ട്. വീഡിയോ നോക്കിയിട്ട് ബാക്കി സ്റ്റെപ്പ് എന്താന്ന് അവൾ നോക്കിയിട്ട് ഇപ്പോൾ വന്നിട്ട് ബാക്കി ചെയ്യാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇനി ഇപ്പോൾ സമയം 12 മണി, നേരത്തെ 11:30 ആയിരുന്നു കേട്ടോ. നമുക്ക് നോക്കാം എത്ര വേഗം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ഒരുവിധം എല്ലാവരുടെ വീട്ടിലെ ഇതേ അവസ്ഥയാണ്. യൂട്യൂബ് നോക്കി ഓരോന്ന് ഉണ്ടാക്കാൻ നോക്കി കഴിഞ്ഞാൽ അല്ല അറിയുന്നവർക്ക് അങ്ങനെയല്ല, യൂട്യൂബ് നോക്കി ഉണ്ടാക്കണവർക്ക് യൂട്യൂബ് നോക്കി ഉണ്ടാക്കണവർക്ക് അങ്ങനെ അല്ലേ? അല്ലേ? എന്താ പറയുക, നമ്മൾ മുമ്പ് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ബിരിയാണി, ആദ്യമായിട്ടാണ് ഉണ്ടാക്കാൻ പോണേ. കടയിൽ പോയിട്ട് നല്ല നല്ല പോലെ മടപടാന്ന് കഴിക്കുന്നല്ലാണ്ട്. ഇന്തുമോള് മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടോ? പണ്ട് എന്നിട്ട് ബിരിയാണി ഉണ്ടാക്കിയിട്ട് 3-4 കൊല്ലം മുന്നേ. എന്താ അവസ്ഥ? കുഴപ്പമില്ല, കഴിക്കാൻ പറ്റിയില്ല. കഴിക്കാൻ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ള ഒരാളുണ്ട് കേട്ടോ, പണ്ട് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനിയിപ്പോൾ കുറച്ച് നേരം അവളെ ഒന്ന് സഹായിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കൂടെ കൂടി. പിന്നെ ക്യാമറ ഓൺ ചെയ്ത് വെച്ച് പിറകെ കൂടെ നടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത്ര ഞാൻ ഭയങ്കര ശല്യമെന്ന് പറയുന്നുണ്ട്. മൈക്ക് കൊണ്ടുപോകണമാണ് ഏറ്റവും ദേഷ്യം. സോ ലെറ്റർ ടു എനിക്ക് കിട്ടിയിട്ടുള്ള ഫസ്റ്റത്തെ പണി കീറിയിട്ട് കൊടുക്കുക. അയ്യോ ഇത് മൈക്കൊക്കെ നിർത്തിക്കട്ടെ. ഇതോടെ സർവ്വസാധാരണം അമ്മ ടൂർ പോവുകയാണേ. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ട് കോസ്റ്റ്യൂം സെലക്ഷൻ. ഒരു കോസ്റ്റ്യൂം കാട്ടെടുക്കൂടെ, കോസ്റ്റ്യൂം കാട്ടെടുക്കൂ. ഇങ്ങനെ ഇലുമിനാട്ടി നിറത്തിലുള്ള കുറേ മറ്റേ മുത്തൊക്കെ വെച്ചിട്ടുള്ള ജാക്കറ്റും പിന്നെ സാരി. ഇതൊക്കെ അച്ഛൻ്റെ പണിയാണ്, അച്ഛൻ വീട്ടിൽ എൻ്റെ അച്ഛൻ്റെ പണിയാണ്. ഓക്കെ, ഇത് നല്ല മണമുണ്ട്. ഇനി ഇതാ സവാള, ഉള്ളി, വെളുത്തുള്ളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ അങ്ങോട്ട് നോക്കി നോക്കാം. എത്ര നേരം ഈ ഉപ്പ് എത്ര ഉണ്ട്? മൈക്കൊണ്ട് വരല്ലേ. മൈക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ആളുടെ കുക്കിംഗ് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. സോ ഇനി മൈക്കൊണ്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല തെറി കേൾക്കുന്നതായിരിക്കും. അതുകൊണ്ട് മൈക്ക് കൊണ്ട് അങ്ങോട്ട് പോകാതിരിക്കണതാണ് എനിക്ക് നല്ലത്. ഇനി പെരിഞ്ചീരകം ഓർഡർ ചെയ്ത് കഴിഞ്ഞു, ഓർഡർ കഴിഞ്ഞു കൊടുക്കില്ല. ഞാൻ മൈക്കൊണ്ട് വരുന്നത് മറ്റേ തവ അതിനെന്താ പറയാ, ലേപ്പൊന്നും കിടക്കാൻ യൂസ് ചെയ്യണം. പക്ഷെ അത് ഇവിടെ എവിടെ ഉണ്ട് ഉണ്ടാവണം, അല്ലെങ്കിൽ അറിയാത്തോ അറിയാം. പെരിഞ്ചീരകം അല്ല കേട്ടോ, നമ്മൾ സാധാ ജീരക.
ജീരകം കിട്ടി. ചോറ് വെച്ചിട്ട് സാധാ ചോറും കറിയുള്ള കാരണം പേടിക്കുന്നതാണ് പറയണത്. മുണ്ട് ഓണത്തിന്റെ ഇടയിൽ പുട്ട് വെച്ചോടാം. നമുക്ക് ആ വീഡിയോ കാട്ടി പഠിപ്പിച്ചെന്ന ആ ചേച്ചിയുടെ അടുത്ത് ഒരു താങ്ക് യു പറയണ്ടേ. സാധനം ഉണ്ടാക്കാൻ പോണ സാധനം അടിപൊളിയാണെങ്കിൽ താങ്ക് യു, അല്ലാത്ത മോശം വെച്ചാലും താങ്ക് യു. അമ്മ ടേക്ക് എ ബൈറ്റ്. ഹൗ ഈസ് ഇറ്റ്? അവൾക്കൊരു ലേശം കൂടുതൽ വേണം, എന്നാലും ഞാൻ കഴിച്ചു വിട്ടെ. കഴിച്ചിട്ട് പറയാം. ഇങ്ങോട്ട് കാണിക്കില്ല. അടിപൊളിയാ. നന്നായിട്ട് പറഞ്ഞിട്ടേ. ഓ അല്ല, നന്നായിട്ട് പറയണം. അച്ഛണ്ടാക്കി എത്ര ആവില്ല. അടുത്ത അല്ല അല്ലെങ്കിൽ അടുത്ത എന്താ പറയുക, ബൈ ബൈ. അല്ല, ഇതില് സവോള അത്